അല്ല തെറ്റിദ്ധരിച്ചാണ് ഫോൺ വിളിക്കുകയാണെന്ന് തോന്നിപ്പോയി. അതാണ് ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ബോയ്സിനാണ് ഏറ്റവും കൂടുതൽ ശബ്ദം, ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികൾക്ക് സോറി ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ ശബ്ദം നോക്കാൻ പോവാം. ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ശബ്ദം? കേട്ടില്ല കേട്ടില്ല. ഗേൾസിന് ധൈര്യം. അങ്ങനെയല്ല, പോവാൻ ആമ്പിള്ളേരാണ് മിടക്കര്, മനസ്സിലായി? പക്ഷേ പെൺകുട്ടികൾക്ക് അങ്ങനെ കൂവുന്നൊന്നും ഇഷ്ടമല്ല, അലക്കുന്നത് ഇഷ്ടമല്ല. അവർക്കിങ്ങനെ അലക്കാനാണ് ഇഷ്ടം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? റെഡി? സാറേ ഉറക്കം വരുന്നുണ്ടോ ചോദിച്ചു. ഇവിടെ ഒരു മോള് പറഞ്ഞു കേട്ടില്ലേ, ഉണ്ട് ഇല്ല. ഉണ്ടില്ലെന്നോ? അപ്പൊ പറയാം ഉണ്ടില്ലെന്ന്. അതാണോ നിങ്ങൾ പറഞ്ഞു? ഉറക്കം വരുന്നുണ്ടോ ചോദിച്ചു. നിങ്ങൾ എസ് ഓർ നോ പറയണം. ഉറക്കം വരുന്നുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ? പെട്ടെന്ന് പറയണം, വളരെ പെട്ടെന്ന് പറയണം. വിഷമമുണ്ടോ? സങ്കടമുണ്ടോ? വേദന, കണ്ണുനീര്, ബുദ്ധിമുട്ട്, സന്തോഷം, കൈകൾ കഴപ്പ്, തിരിപ്പ്, കോച്ച്, ഉളുക്ക്, വേദന. എനിവേ, ഇനിയുള്ള നമ്മൾ 2 മണിക്കൂർ നമ്മൾ സന്തോഷിക്കാൻ പോവാണ്. ആർ യു റെഡി? യെസ്. നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് 2 ടീം നമ്മൾ പല കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്, കേൾക്കാൻ പോവുകയാണ്, പങ്കെടുക്കാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടീമിനെ ഞങ്ങൾ കണ്ടെത്താൻ പോവായിരിക്കും. ആരായിരിക്കും? പക്ഷെ ഗേൾസ് പറഞ്ഞു കേട്ടോ സാറേ, അവരെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പറയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അവന്മാരായിരിക്കുന്നു. അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞേ? അല്ല, തുടങ്ങിയേക്കാം. പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഞങ്ങളെ ക്ഷണിച്ചതിൽ അച്ഛനോടുള്ള പ്രിയപ്പെട്ട അച്ഛനോട് നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. എനിവേ, കുറേയേറെ പാട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ തന്നെ ഞങ്ങൾ 1-2 പാട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുക. അതിന് നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ റെഡിയാണോ? പാടാൻ റെഡിയാണോ? അടങ്ങിയിരിക്കാൻ റെഡിയാണോ? സംസാരിക്കാൻ റെഡിയാണോ? ഇവിടെ വന്നിട്ട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണോ? പാടാൻ പോവുകയാണ്. റെഡി? പാട്ടിന്റെ ലൈൻസ് ഞങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പറയണം. റെഡി? തുടങ്ങിയേക്കാം. നിങ്ങൾ എഴുതുന്നുണ്ടോ? സ്നോയോ? ഓ, നോ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു മോന് എസ് നോയുടെ ചേർത്ത് സ്നോ എന്ന് പറഞ്ഞു. അതൊക്കെയാണ്. നോക്കട്ടെ, പെട്ടെന്ന് എഴുതിക്കോ, വളരെ പെട്ടെന്ന് എഴുതിക്കോ. മലയാളം പാട്ടാ? നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, തെലുങ്ക്, കന്നഡ. അല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് മെമ്മറി പവർ ഉണ്ടെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കേട്ട് പഠിച്ചാലും മതി. നമ്മൾ സാധാരണ സ്കൂളിൽ എങ്ങനെയാണല്ലോ. റെഡി? പെട്ടെന്ന് എഴുതിക്കോ. ഞാനൊരു താരകം ആയിരുന്നെങ്കിൽ. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എഴുതിക്കോ. ഞാനൊരു താരകം ആയിരുന്നെങ്കിൽ. അടുത്ത ലൈൻ, കണ്ണു ചിമ്മി പാടും, കണ്ണു ചിമ്മി പാടും ദൈവസ്നേഹം. കണ്ണു ചിമ്മി പാടും ദൈവസ്നേഹം. അടുത്ത ലൈൻ, എന്നെ ഞാനായി സൃഷ്ടിച്ചതാൽ. എന്താ എഴുതിയത്? എന്നെ ആനയായോ? ഞാനായി സൃഷ്ടിച്ചതാൽ. ഒന്ന് എഴുതിക്കേ, വളരെ പെട്ടെന്ന് എഴുതിക്കേ. എന്നെ ഞാനായി സൃഷ്ടിച്ചതാൽ. ലാസ്റ്റ് ലൈൻ, 1000 സ്തോത്രം. എന്നാ പിന്നെ 2000 എഴുതിയാൽ പോരായിരുന്നോ? അങ്ങനെ എഴുതാൻ പറ്റുമോ? 2000 സ്തോത്രം എഴുതിയാൽ പോരെ? 1000 സ്തോത്രം. 1000 സ്തോത്രം. അടുത്ത ഒരു സ്റ്റാൻസ് അവിടെയുണ്ട്, വളരെ പെട്ടെന്ന് എഴുതിക്കോ. ഞാനൊരു പൂമ്പാറ്റയായിരുന്നെങ്കിൽ. ഞാനൊരു പൂമ്പാറ്റയായിരുന്നെങ്കിൽ പറന്നു പാടും ദൈവസ്നേഹം. ഞാനൊരു പൂമ്പാറ്റയായിരുന്നെങ്കിൽ പറന്നു പാടും ദൈവസ്നേഹം. അടുത്ത 2 ലൈൻ നിങ്ങൾ ആദ്യം എഴുതിയായിരുന്നു. എന്നെ ഞാനായി സൃഷ്ടിച്ചതാൽ 1000 സ്തോത്രം. ഒരു സ്റ്റാൻസ് കൂടിയുണ്ട്. ഞാനൊരു കൊച്ചു കൊമ്പൻ ആയിരുന്നെങ്കിൽ. കൊച്ചു കൊമ്പൻ. ഞാനൊരു കൊച്ചു കൊമ്പൻ ആയിരുന്നെങ്കിൽ.
ആണോ? കൊച്ചുകൊമ്പനാണോ നിങ്ങളൊക്കെ? പിന്നെ ഈ സാറിനെ പോലെ കുട്ടിക്കൊമ്പൻ. അതെ അതെ. ഇതിലാരാണ് കൊച്ചുകൊമ്പനും കുട്ടിക്കൊമ്പനും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. തൊട്ടു കാണിക്കണോ? ഞാനൊരു കൊച്ചുകൊമ്പൻ ആയിരുന്നെങ്കിൽ തുമ്പിക്കൈ ഉയർത്തി പാടും. നിങ്ങൾ ഉയർത്തണ്ട, ഞാൻ വെറുതെ കൈ കാണിച്ചതേ ഉള്ളൂ. ഒറിജിനാലിറ്റി കൈ എന്നെ ഒറിജിനാലിറ്റി കണ്ടോ? കണ്ട എൻ്റെ കമ്പനിക്കാരനാ. അവൻ കൈയും കാലും പൊക്കി, ഏതെങ്കിലും ഒന്ന് പൊക്കിയാൽ മതി. എന്നെ എന്തെഴുതിയ ഞാനൊരു കൊച്ചു കൊമ്പൻ ആയിരുന്നെങ്കിൽ തുമ്പിക്കൈ ഉയർത്തി പാടും ദൈവസ്നേഹം. തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ, എന്നെ ഞാനായി സൃഷ്ടിച്ചത് 1000 സ്തോത്രം. എഴുതിയോ? കിടസറ അവിടെ എഴുതുന്നുണ്ടോ? വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? എഴുതുക. ഫാസ്റ്റ് അല്ലേ? കമ്പ്യൂട്ടർ റോബോ. ഒരു സ്റ്റാൻസ് കൊണ്ടുണ്ട്, അതൊന്നും നിങ്ങൾ എഴുതണേ. ഒരു സ്റ്റാൻസ് ലാസ്റ്റ് സ്റ്റാൻസ്. അത് എഴുതുമ്പോൾ നിങ്ങൾ പറയും ഇതായിരുന്നു ആദ്യം എഴുതേണ്ട സ്റ്റാൻസ. നോക്കിക്കോണേ. ഞാൻ ഒരു ദൈവ പൈതൽ ആയതുകൊണ്ട് ഞാനൊരു ദൈവ പൈതൽ ആയതുകൊണ്ട് ആണോ അല്ലയോ? അത് നിങ്ങൾ എഴുതണ്ട, ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. ഞാനൊരു ദൈവ പൈതൽ, എസ് ഓർ നോ? കേട്ടില്ല? ഞാനൊരു ദൈവ പൈതൽ ആണ് അല്ലേ? അപ്പോൾ ഞാനൊരു ദൈവ പൈതൽ ആയതുകൊണ്ട് ദൈവ ഇഷ്ടം കഷ്ടമല്ല, ഇഷ്ടമാണ്. ദൈവ ഇഷ്ടം ഭൂവിലെങ്ങും നിറവേറ്റും. ഭൂമി ദൈവ ഇഷ്ടം ഭൂവിലെങ്ങും നിറവേറ്റും. അടുത്ത ലൈൻ, എന്നെ ഞാനായി സൃഷ്ടിച്ചതാൽ 1000 സ്തോത്രം. അടുത്ത ഒരു സ്റ്റാൻസ് കൂടി ഇല്ല. ഇത്രയേ ഉള്ളേ, മൊത്തം ഇത്രയേ ഉള്ളേ. റെഡി? ഞങ്ങളൊന്ന് പാടി കേൾപ്പിക്കുക, അതിനുശേഷം നമ്മൾ ചേർന്ന് പാടാൻ പോവാം. പാട്ട് കേൾക്കാമല്ലോ? നിങ്ങൾ ആദ്യം കേൾക്കുക, സെക്കൻഡ് ടൈം ഞങ്ങളുടെ കൂടെ പാടുക. ഓക്കെയാ? ഞങ്ങൾ പറയുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്നായി പുറകിൽ കേൾക്കാമോ? ആര് റെഡി? ഓക്കെ, ലെറ്റ് ദം എൻജോയ്. ഒരു മോഡ് ചോദിക്കുക, എന്തിനാ സാറേ ആന്നോടി എന്ന് ചോദിക്കുന്നത്? റെഡി? പെട്ടെന്ന് തുടങ്ങിയാൽ ഞങ്ങൾ പാടി കേൾപ്പിക്കാം. ഞാനൊരു താരകമായിരുന്നെങ്കിൽ കണ്ടു ചെമ്മി പാടും ദൈവസ്നേഹം. ഞാനൊരു താരകമായിരുന്നെങ്കിൽ കണ്ടു ചെമ്മി പാടും ദൈവസ്നേഹം. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ 1000 സ്തോത്രം. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ 1000 സ്തോത്രം. ഞാനൊരു പൂമ്പാറ്റയായിരുന്നെങ്കിൽ പറന്നു പാടും ദൈവസ്നേഹം. ഞാനൊരു പൂമ്പാറ്റയായിരുന്നെങ്കിൽ പറന്നു പാടും ദൈവസ്നേഹം. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ 1000 സ്തോത്രം. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ 1000 സ്തോത്രം. ഞാനൊരു കൊച്ചുകൊമ്പനായിരുന്നെങ്കിൽ തുമ്പിക്കൈ ഉയർത്തി പാടും ദൈവസ്നേഹം. ഞാനൊരു കൊച്ചുകൊമ്പനായിരുന്നെങ്കിൽ തുമ്പിക്കൈ ഉയർത്തി പാടും ദൈവസ്നേഹം. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ 1000 സ്തോത്രം. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ 1000 സ്തോത്രം. ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് ദൈവ ഇഷ്ടം ഭൂവിലെങ്ങും നിറവേറ്റും. ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് ദൈവ ഇഷ്ടം ഭൂവിലെങ്ങും നിറവേറ്റും. എന്നെ ഞാനായി
ആയിരമായിരം സ്തോത്രം. ട്യൂൺ കിട്ടിയോ? ഈ രണ്ടുപേര് പാടിത്തരാം, നിങ്ങൾ ഏറ്റു പാടണം. ഓക്കെയാ? ഞാനൊരു താരകമായിരുന്നെങ്കിൽ കണ്ണു ചെമ്മി ചെമ്മി പാടും ദൈവ സ്നേഹം. പഠിക്കേ. ഞാനൊരു താരകമായിരുന്നെങ്കിൽ. നിങ്ങൾ ട്യൂൺ നന്നായിട്ട് പാടി, പക്ഷെ കുറച്ചുകൂടി ശബ്ദം എടുത്ത് പാടണം. ഓക്കെ? ഉറക്കെ പാടുക. റെഡി? 1 2 3 4. ഞാനൊരു താരകമായിരുന്നെങ്കിൽ കണ്ണു ചിമ്മി ചിമ്മി പാടും ദൈവ സ്നേഹം. ഞാനൊരു താരകമായിരുന്നെങ്കിൽ കണ്ണു ചിമ്മി ചിമ്മി പാടും ദൈവ സ്നേഹം. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ ആയിരമായിരം സ്തോത്രം. അത് പഠിക്കേ. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ ആയിരമായിരം സ്തോത്രം. അത് കിട്ടിയോ? എന്നെ ഞാനായി സൃഷ്ടിച്ചതാ ആയിരമായിരം സ്തോത്രം. പഠിക്കേ. എന്നെ ഞാനായി സൃഷ്ടിച്ചതാ ആയിരമായിരം സ്തോത്രം. ഇതാണ് ട്യൂൺ. എല്ലാ സ്റ്റാൻസയും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. ഓക്കെയാ? ആദ്യത്തെ 4 ലൈൻ നിങ്ങൾ മാത്രം പാടുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത 4 ലൈൻ പെൺകുട്ടികൾ പാടും. ഒരു കാര്യം ചെയ്യും, പാടുന്നേയില്ലേ? പാടും. ഞങ്ങൾ ആദ്യത്തെ 4 ലൈൻ വളരെ ഭംഗിയായി ഏറ്റവും മനോഹരമായി പാടി ഫസ്റ്റ് മേടിക്കും. നിങ്ങൾ ആ സമയം